നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അല്ല, ചീഫ് എഞ്ചിനീയറെ കാണാൻ പോയപ്പോ അവരുടെ ഓഫീസിൽ എന്തൊരു മര്യാദ ബഹുമാനമായിരുന്നു. കുഞ്ഞളിയനോട് പറ, ചീഫ് എഞ്ചിനീയറെ സോപ്പിട്ട് നിന്നാ എന്ത് കാര്യവും സാധിച്ചെടുക്കാമെന്ന്. അത് നമ്മുടെ വേലങ്കാട്ടിലെ രമേശ് ചേട്ടാ, അക്കുച്ചേട്ടൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ജോലിയാ. ആരുടെയും മുൻപിൽ കുമ്പിട്ട് നിൽക്കേണ്ടതോ സോപ്പിട്ട് നിൽക്കേണ്ടതോ ആയിട്ടുള്ള കാര്യം അക്കുച്ചേട്ടന് ഇല്ല. രമേശ് ചേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്തോ. ചാരിച്ചേച്ചിയുടെ വായിരിക്കുന്ന കേട്ടപ്പോ സമാധാനമായോ? കുറച്ച് ചിക്കൻ കറി ഒഴിച്ചു തരട്ടെ? വേണ്ട, ഒഴിച്ചത് തീരട്ടെ. രമേശ് ചേട്ടാ, നാണമുണ്ടോ നിങ്ങൾക്ക്? അളിയോ, ഇന്ന് ഓഫീസിൽ പോയിട്ട് എന്ത് നടന്നു ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ. റിപ്പീറ്റ്. വെല്ലുവിളിയാ, ഞാൻ ഇന്ന് തീർത്തോട്ടെ. ബാലമാമൻ ഇരിക്കെ. മോളെ, നിന്നെ ആകാശ് അന്വേഷിക്കുന്നുണ്ട്. ചെല്ല് ചെല്ല് മോളെ. അനുമോളെ, കഴിച്ചു കഴിഞ്ഞില്ലേ? കഴിഞ്ഞച്ചാ. എന്നാ റൂം പോയിരുന്ന് പഠിക്കേ. ഞാൻ കഴിച്ചു കഴിഞ്ഞ അമ്മ. അമ്മാവൻ എല്ലാരെയും പറഞ്ഞു വിടുന്നുണ്ടല്ലോ, എന്താണാവോ കാര്യം? ഞാൻ പറഞ്ഞത് കേട്ടോ ആവോ? മോളെ, നീ രമേശിനെ കൂട്ടി റൂമിലേക്ക് പോ. ശരി അച്ഛാ. എനിക്കിട്ടുള്ള പണിയല്ല. രമേശ് ചേട്ടാ, ഇങ്ങോട്ട് വാ. ഞാൻ വന്നു. അമ്മേ, അമ്മയുടെ കെട്ടിയോൻ എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് എന്റെ നെഞ്ചത്ത് കയറാനുള്ള പരിപാടിയാണോ? നീ എന്തിനാടാ മോനെ പേടിക്കുന്നേ? നമുക്ക് നോക്കാം. എനിക്ക് പേടിയൊന്നുമില്ല. ചുമ്മാ ഓരോന്ന് പറഞ്ഞ് ചൊറിയും. അത് കേട്ട എനിക്കങ്ങ് തരിച്ചു കയറും. അമ്മ വരുന്നെങ്കി വാ, ഇല്ലെങ്കിൽ കെട്ടിയോന്റെ കഥ കേട്ടിരിക്കും. മോനെ, എന്നെയാണോ മോനെന്ന് വിളിച്ചത്? അതെ മോനെ. എനിക്ക് മോനോടൊന്ന് സംസാരിക്കണം. എന്ത് സംസാരിക്കാൻ? ഇവനോട് സംസാരിക്കാൻ നിങ്ങൾക്ക് എന്താ ഉള്ളത്? നിന്നോടാ എനിക്ക് സംസാരിക്കാൻ ഒന്നുമില്ലാത്തത്. എനിക്ക് മോനോട് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കണം. സത്യമായിട്ട് പറയാം മോനെ, നിന്റെ ജീവിതം നശിച്ചു കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഒരച്ഛനും സ്വന്തം മകന്റെ ജീവിതവും ഭാവിയും നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കില്ല. മോനെ, നീ നന്നായ അത് കണ്ട് ഏറ്റവും ആദ്യം സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. അതുപോലെ നിനക്കൊരു കഷ്ടപ്പാടോ വേദനയോ വന്നാ അതോർത്ത് വേദനിക്കുന്നതും ഞാനായിരിക്കും. വളർന്നു വലുതായി കഴിഞ്ഞാൽ തീരുമാനങ്ങളൊക്കെ മക്കളുടേതായിരിക്കും. അച്ഛൻ പറയുന്നെന്താന്ന് മനസ്സിലാവുന്നില്ല. കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞ നന്നായിരുന്നു. നീ ഇതുവരെ ജീവിതത്തിലെടുത്ത എല്ലാ തീരുമാനങ്ങളും തെറ്റായിരുന്നു. നീ ഇപ്പോൾ ശ്രേയയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് വരെ. അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത തീരുമാനമായിരിക്കും, പക്ഷെ അത് ശരിയല്ലെന്ന് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. തെറ്റാണ് മോനെ. അവൾ നിന്റെ അനിയനെ സ്നേഹിച്ച പെണ്ണാണ് മോനെ.
നീ എന്റെ മൂത്ത മകനാ, എനിക്ക് കൊള്ളി വെക്കേണ്ടവൻ. നീ വഴിതെറ്റി പോകുന്നെന്ന് തോന്നിയ അത് മനസ്സിലാക്കി തിരുത്തേണ്ടത് ഞാനാ. നമുക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും, വഴക്കും ഉണ്ടായിട്ടുണ്ട്. എന്നാലും നീ എന്റെ മകനല്ലാതെ ആവില്ലല്ലോ.